വറ്റാത്ത സ്നേഹമാണ് നമുക്ക്, നമ്മളോട് ദൈവത്തിന്, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് അത്രയേറെ സ്നേഹമാണ്. അപ്പോൾ ഇത് പിശാചിനെ അസൂയപ്പെടുത്തി ഈ മനുഷ്യനെ ലൂസിഫർ പിശാചായി അധപതിച്ചു. പിന്നെയോ ദൈവം വിലമതിച്ച് സ്നേഹിക്കുന്നത് മനുഷ്യനെ. അപ്പോൾ പിശാചിനെ അസൂയ പൂണ്ടു. ഈ മനുഷ്യവംശ ദൈവത്തെ തോൽപ്പിക്കാൻ അവൻ ഒരുമ്പിട്ടിറങ്ങിയ പിശാചായി അധപതിച്ച ലൂസിഫർ എന്താ ചെയ്യുന്നത്? നിരന്തരം ദൈവത്തോട് മല്ലടിച്ചു ദൈവത്തെ തോൽപ്പിക്കാൻ പരിശ്രമിക്കുമ്പോൾ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യനെ തോൽപ്പിച്ചുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട് ദൈവത്തെ തോൽപ്പിക്കാൻ നോക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ആദവും ഹവ്വയല്ലേ ആദ്യ മനുഷ്യര്. അവർക്ക് മരണമില്ലാത്തവരായ ആ ദൈവം സൃഷ്ടിച്ചത്. എന്നും ദൈവത്തോട് കൂടെ ആയിരിക്കാൻ സൃഷ്ടിച്ചതാണ് ആദത്തെയും ഹവ്വയെയും, അതായത് മനുഷ്യനെ. അപ്പോൾ ഹവ്വ എന്ന സ്ത്രീയെ കൗശലപൂർവം ഈ സൂത്രശാലിയായ ഈ സർപ്പത്തിന്റെ രൂപത്തിലാണ് അവൻ ചെന്നത്. ഹവ്വയെ സമീപിച്ച് യേശു പിതാവായ ദൈവം കൊടുത്ത കൽപ്പന ലംഘിക്കാൻ പ്രേരിപ്പിച്ചു. അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നീ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള അറിവ് നിന്റെ കണ്ണ് ഞാൻ തുറന്നു തരാമെന്ന് പറഞ്ഞു പിശാച് കൗശലപൂർവം. അങ്ങനെ വഞ്ചിച്ച് ഈ ഹവ്വയുടെ ബലഹീനതയിൽ, സ്ത്രീയുടെ ദുർബലതയിൽ അവൾ പാപത്തിൽ പതിക്കപ്പെട്ടു. പിശാചിന്റെ വാക്ക് കേട്ട് ദൈവത്തെ ധിക്കരിച്ചു, ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടു, മരണത്തിന് ഉടമയായി തീർന്നു. മനുഷ്യൻ മരിക്കാതിരിക്കാൻ സൃഷ്ടിച്ചവൻ പിശാച് കൗശലം, വഞ്ചന, അവന്റെ വഞ്ചന മൂലം മനുഷ്യനിൽ മരണം കടന്നു വന്നു. അങ്ങനെ മനുഷ്യൻ മരണത്തിന് ഉടമയായി തീർന്നു. പ്രിയരേ, ഇവിടെ ദൈവം മനുഷ്യന് കൊടുത്തൊരു കൽപ്പനയുണ്ട്. നീ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള അവകാശത്തിൽ കൈവെക്കരുത്. എന്താ അങ്ങനെ പറയാൻ കാരണം? മനുഷ്യൻ ധാരാളം പരിമിതിയുള്ളവനാണ്. എങ്ങനെയാ മനുഷ്യൻ പരിമിതിയുള്ളവനായത്? മനുഷ്യനെ ദൈവം മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്. മണ്ണിൽ നിന്നാണ് ദൈവം മനുഷ്യനെ മെനഞ്ഞെടുത്തത്.